എന്തല്ല കിടന്നുറങ്ങിപ്പോയി. നല്ല ഉറക്ക് പോയാ ഞാൻ പറഞ്ഞത്. അതിനതും ഇല്ല. ഞാന് വെറുതെ ഞാൻ നിക്കണ്ട ശേഷം അവിടെ കിടന്നു. അതിന് നിനക്കിപ്പം പശു ഇല്ലേ? പശുണ്ട്. പുല്ലറിയെല്ലാം കഴിഞ്ഞതാ? പുല്ല് അറിയാൻ എനിക്ക് കയ്യലായിട്ടിന്ന് പോയിട്ടില്ല. രാവിലെ തന്നെ നടിച്ചായിരുന്നു. കൈക്ക് ഇച്ചിരി വരടുണ്ട്, അത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പെണ്ണില്ലേ ഇവിടെ? പെണ്ണില്ലാണ്ട് പെണ്ണ് എവിടെ പോവുകയാ? പെണ്ണ് ഇവിടെയല്ലാണ്ട് എവിടെ പോവുകയാ? പെണ്ണിന്റെ അടുക്കളയിന്ന് പണിയെടുക്കുന്നു. ഒരു പണിയെടുത്താൽ വൃത്തിന്ന് പറഞ്ഞുണ്ടാകില്ല. നമ്മള് വിചാരിക്കും എടുക്കുന്നുണ്ടായിരിക്കുള്ള പണിയെല്ലാം ഓളാ എടുക്കുന്നു. അതിനു കട്ടൻ ചായ ഇങ്ങോട്ട് എടുത്തോ. നിന്റെ മോൻ വരുന്നില്ലേ? മോൻ വരുന്നൊന്നുമില്ലേ? പെണ്ണിന്റെ സ്വഭാവമായിട്ടാലല്ലേ. എത്തില്ല. കളി കളിച്ച എങ്ങനെയാ ഒരു മനസ്സമാധാനം വേണ്ടേ? പോയിട്ട് കല്യാണം കഴിഞ്ഞപാട് പോയതാ. പിന്നെ ഓൻ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കൂ. ഞാനാച്ചാ ഫോണ് കൊടുക്കില്ല. ഇപ്പൊ എണ്ണായിട്ടാത്ത സ്വഭാവമാണ്. ഞാൻ വിളിച്ചാ കാണാണ്ടോ ഓളോട് പറയില്ല. കണ്ടിട്ട് നല്ല കുട്ടിയാണല്ലോ. കണ്ടിട്ട് ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ല. പനിയെല്ലാം എടുക്കല്ലേ? പനി വലിയ പനി എടുക്കല. പണിയൊന്നും എഴുതുക എന്നെന്തെങ്കിലും ഒരു വൃത്തി ഉണ്ടായില്ല. അതുപോലെ പണിയൊന്നും തീരെയില്ല. ഇപ്പൊ പോണേ ഞാനിപ്പോ അടുക്കളയിൽ പോണോ എന്തെങ്കിലും ഒന്നും ആകണമെങ്കിൽ അടുക്കളയിൽ നിന്ന് മല മറക്കിയെന്ന് ഞാനാ ചാരോടൊന്നും പറയാൻ നിക്കില്ല. നമ്മളിങ്ങനെ കുറ്റവും കുറവും പറഞ്ഞിട്ട് എന്താ? എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. കുടിച്ചാ? എനിക്ക് വേണ്ട. ഞാൻ ഇപ്പം കുടിച്ചു തന്നതാ. ചായ കുടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നതാ. എന്നാ പുക വെച്ചിട്ട് അങ്ങ് എടുത്താ പണിയെടുത്ത് വെള്ളം അങ്ങോട്ട് എടുത്താ ഊരെ പോയി. ഇച്ചിരി വെള്ളം എടുത്തണ്ടേ? ചായ കാച്ചിട്ട് മര്യാദക്ക് കാച്ചിക്കൂടെ? എന്നാ ഇനി മീൻ മുറിക്കുക ഉമ്മാത്തിട്ട്. ഇനി എന്താ എവിടെ തന്നെ വെക്കുന്ന? എന്നാ ഗ്ലാസം എടുത്താ? എന്നാ ഞാൻ പോട്ടെ. ഇനി നേരമുള്ളവരെല്ലാം പോരി. നമുക്ക് വർത്താനം വാങ്ങി കുത്തിരിക്കാലോ. ഇല്ല, ചായയും വെള്ളവും കുടിച്ച് അതിനെ കുറ്റവും പറഞ്ഞ് കുത്തിരിക്കുക. പറയുന്ന കേട്ടാ വിചാരിക്കും ഒരേ പണിയെല്ലാം മുപ്പത്തി എടുക്കുന്നു.